ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ പൊതിച്ചോറൊന്നുമല്ല, ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. സ്കൂളിൽ പോകുന്ന കുഞ്ഞു മക്കൾക്കോ ഓഫീസിൽ പോകുന്നവർക്കോ ആർക്ക് വേണേലും ഇത് തയ്യാറാക്കി കൊണ്ടുപോയി കഴിക്കാവുന്നതാണ്. ഇനി എങ്ങും പോകുന്നില്ലാത്തവർക്കാണേലും വീട്ടിലിരിക്കുന്ന അമ്മമാർക്കോ ചേച്ചിമാർക്കോ ഒക്കെ ഇത് രാവിലെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ എടുത്തൊന്ന് കഴിച്ചു നോക്കണം. ആഹാ, എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ? ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മളതൊന്ന് ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. പൊതിച്ചോറ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാനും ഒക്കെ സഹായിക്കും ഇത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിന്നൊരു ഉള്ളിച്ചോറ് പൊതിച്ചോറാക്കി എടുക്കാം. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ചോറുണ്ണാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ഏത് പ്രായത്തിലുള്ളവർക്കാണേലും ഇത് ഇഷ്ടപ്പെടും. അതുപോലെ നല്ലൊരു റെസിപ്പി ഇത്. നമുക്ക് ഈ ഉള്ളിച്ചോറ് അല്ലെങ്കിൽ മസാലച്ചോറ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഈ പൊതിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഉള്ളിച്ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-20 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് കനം കുറച്ചരിഞ്ഞതാണ് എടുത്തു വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളി ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. കടുക് വറക്കാൻ എടുക്കുമ്പോൾ മൂപ്പിക്കുന്ന അത്രയും മൂപ്പിക്കണ്ട. ഒന്ന് കളറ് മാറി വന്നാൽ മതി. ചുവന്നുള്ളി നമ്മുടെ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോകരുത്. നമ്മുടെ ചോറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മതി. ഇപ്പം ആ ചുവന്നുള്ളി മഞ്ഞളും എല്ലാം കൂടെ ആ മൂത്ത നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കറിവേപ്പിലയുടെയൊക്കെ നല്ല സ്മെല്ലാണ് വരുന്നത്. അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏതായിരിക്കും ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുത്തരി, സാധാരണ ചോറുണുന്ന കുത്തരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 2.5 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ മതി ഉപ്പ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ആ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ആ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം. അതുപോലെ ഉപ്പും എല്ലായിടത്തും എത്തണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് ഒട്ടും കൂടി പോകരുത്. ചോറിന് പാകമായിട്ടുള്ള ഉപ്പ് തന്നെ നിൽക്കാവുള്ളൂ. അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. ആ ചോറ് ആ എണ്ണയിലൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കണം. ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത ചോറാണ്. തീരെ അങ്ങോട്ട് വേവ് കുറഞ്ഞ ചോറ് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇത്തിരി വെന്ത ചോറ് തന്നെയാണ് നല്ലത്. എന്നാലേ ആ ചോറിലേക്കുള്ള ഉള്ളിയുടെയൊക്കെ ആ ഫ്ലേവറൊക്കെ അതെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ. 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവുമേ. ഉള്ളി ഒന്ന് മൂത്ത് കിട്ടുന്ന സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് ആയിക്കോളും. ഒരു 5 മിനിറ്റിൽ താഴെ സമയം മതി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചോറ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ചോറൊന്ന് പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സൗണ്ടൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് തീ നിർത്താം. കറിയൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ഉള്ളിച്ചോറ് കഴിക്കാൻ പറ്റുമെങ്കിലും ഞാനിതിന് 1-2 സൈഡ് ഡിഷും കൂടെ തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിലുള്ളൊരു മസാല എഗ്ഗ് ഫ്രൈ ആണ് ചെയ്യുന്നത്. എഗ്ഗ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് മുളക് പൊടിയും 1 നുള്ള് ഉപ്പും, ഒരു മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മതിയെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം.
ഒരു 3-4 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ ചേർത്ത പൊടിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടും. നമുക്ക് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില ഞുറുക്കിയത് ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ മുകളിലേക്ക് ഒരു നുള്ളു ഗരം മസാലയും ഒരു നുള്ളും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. മറുവശം കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി എഗ്ഗ് ഫ്രൈ തയ്യാറായി കഴിയും. നമുക്ക് ഈ ഉള്ളിച്ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനായ ഒരു സാലഡും കൂടെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് നല്ല ഫ്രഷായ തൈര് എടുക്കാം. അധികം പുളിയില്ലാത്തതാണ്. ആ തൈരിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ തക്കാളിക്കായ അതും അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. തൈരിൻ്റെ പുളി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ജോലി ഏതാണ്ട് തീരാറായി. നമുക്കിനി ഇല വാട്ടി ചോറ് പൊതിഞ്ഞെടുത്താൽ മാത്രം മതി. ഞാനൊരു വാഴയില മുറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അത് വാട്ടാനായിട്ട് സ്റ്റൗ കത്തിച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. പൊതി കെട്ടുമ്പോൾ ഇല പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. ഇല നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചോറ് പൊതി കെട്ടിയെടുക്കാം. ഇലയുടെ നടുഭാഗത്തേക്കായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ നടുവിലേക്കായിട്ട് നമ്മുടെ മസാല എഗ്ഗ് ഫ്രൈ എടുത്ത് വയ്ക്കാം. നമ്മുടെ എഗ്ഗ് ഫ്രൈ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇല വാട്ടിയിട്ട് അതിലേക്ക് നമ്മുടെ സാലഡ് എടുത്ത് ഒരു ചെറിയ പൊതിയാക്കി ചോറിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ഇനി വേറൊരു ഇലയിലേക്ക് അല്പം മാങ്ങാച്ചാറും കൂടെ എടുത്ത് വയ്ക്കാം. നമ്മുടെ പൊതിച്ചോറിനുള്ള ഐറ്റമൊക്കെ റെഡി ആയിട്ടുണ്ട്. അധികം കറിയൊന്നും വേണ്ട ഇതിന്. നമുക്കല്ലാതെ തന്നെ ഇത് കഴിക്കാൻ പറ്റും. എന്നാലും ഞാൻ 1-2 ഒരു അച്ചാറും സാലഡൊക്കെ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു പാത്രത്തിൽ പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. നമ്മുടെ പൊതിച്ചോറൊന്ന് നമുക്ക് തുറന്നു നോക്കാം. ഹായ്, എന്താ ഒരു സ്മെല്ല്! ഓ, വീട് മുഴുവൻ നിറയുന്ന ഒരു സ്മെല്ലാണ്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓ, അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നും. അത്ര ടേസ്റ്റാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ജലദോഷം വന്ന് മൂക്ക് അടഞ്ഞിരിക്കുക, എന്നിട്ട് പോലും എനിക്ക് ആ സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം സ്മെല്ലുണ്ടായിരിക്കും എന്ന് ഓർത്ത് നോക്കി. അതുപോലെ തന്നെയാണ് എൻ്റെ ടേസ്റ്റും. അത് പറയാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനീ പറഞ്ഞത് മനസ്സിലാവും. ആ വാഴയിലയുടെയൊക്കെ ഫ്ലേവറില്ലേ, അതൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വാഴയില ഇല്ല എങ്കിൽ നമുക്കത് ലഞ്ച് ബോക്സിലാണെങ്കിലും തയ്യാറാക്കി എടുത്തു കൊണ്ട് പോകാൻ പറ്റും. ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.